ജനം ടി വിയുടെ 6 റിപ്പോർട്ടർമാരാണ്, ഞാൻ ഉൾപ്പെടെ 6 പേരാണ് ഈ ഈ ഈ ദുരന്ത ബാധിത മേഖലകളിലൊക്കെ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് പലരും ഇവിടെയുണ്ട്. അർജുൻ വരൂ. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ കൂടി, കാരണം രാവിലെ എഴുന്നേറ്റ് പോകുന്നു, 4 മണിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു, അവിടെ രാത്രി 12 മണിക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മുടെ ചുറുചുറുക്കുള്ള നമ്മുടെ റിപ്പോർട്ടർമാരും ഉണ്ട്. അവരുടെ അനുഭവങ്ങൾ കൂടി എന്നറിയണം. അർജുൻ, എന്താണ് പറയാനുള്ളത് അർജുനെ? തീർച്ചയായിട്ടും ഇത് ഈ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞ് വിവരിക്കാൻ കഴിയില്ല. അത് ആ ഒരു പ്രദേശത്ത് തന്നെ എത്തണം. നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ മാത്രമേ ആ ഒരു അനുഭവം നമുക്ക് കാര്യമായി പറയാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ശരീരഭാഗങ്ങളാണ്. ചില കയ്യിൽ നിന്ന് കൈകൾ കിട്ടുന്നു, ചില കയ്യിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് കാലുകൾ കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പുകളിലേക്ക് എത്തുമ്പോഴാണ്. ദുരന്തമുഖത്തുള്ള സങ്കടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണമൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ അല്ലേ, തീർച്ചയായും ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ള അതിനെക്കുറിച്ചുള്ള ആദ്യം അവർക്കുണ്ടല്ലോ അല്ലേ? തീർച്ചയായും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം, ഞാൻ ഈ പ്രദേശവാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്രദേശങ്ങൾ സെൻസിറ്റീവായ പ്രദേശങ്ങളാണ്. അത്തരത്തിൽ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നതടക്കം അതൊന്നും എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനദണ്ഡങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളടക്കം ഈ വയനാട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ കൃത്യമായ ഒരു മാനദണ്ഡം ഇതിനൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. പശ്ചിമഘട്ട മലനിരകളാൽ സമ്പുഷ്ടമായ അല്ലെങ്കിൽ അത്രയും പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നമ്മുടേത്. അതുപോലെ ജീവിക്കാൻ വലിയ സാധ്യതയുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ ആശ്വാസം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു. അത് ഭൂമിയുടെ സ്വാഭാവികത മുഴുവനായി നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു, മരങ്ങൾ മുറിക്കുന്നു, ആ പ്രദേശങ്ങൾ നിരത്തുന്നു, കുന്നുകളെല്ലാം വെട്ടി നിരത്തി അവിടെ കൂടുതൽ ബിൽഡിങ്ങുകൾ വെക്കുമ്പോൾ മരത്തിൻ്റെ വേരിലുള്ള ശക്തി, ആ മണ്ണ് പിടിച്ച് വെക്കുവാനുള്ള ശക്തി നഷ്ടപ്പെടുകയും പിന്നീട് ഈ ബിൽഡിംഗ് ആണ് അവിടെ വരുന്നത്. അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അതായത് ആ ഒലിച്ചുപോയ അമ്പലത്തിന് മുന്നിൽ ഒരു ആൽമരം ഉണ്ട് അല്ലേ? തീർച്ചയായും അതാണ് പ്രതീകം. അതാണ് ആൽമരം നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ പാറക്കെട്ടുകൾ വന്നിട്ടും ആ ആൽമരം ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലേ, അതുപോലുള്ള വൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടത്തൊന്നും അല്ലേ, അവിടെ ഈ പിന്നെ തേയില കൃഷി നടത്തുന്നു. പറഞ്ഞതുപോലെ, പലരും പറയുന്നത് പോലെ ഇതൊരു ജലബോംബാണ് പൊട്ടിയത് അല്ലേ. കൂടുതൽ മഴ പെയ്യുന്നു അല്ലേ, അത് താങ്ങാനുള്ള ശക്തിയില്ല മണ്ണിന്, സ്വാഭാവികമായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവുന്നു, താഴെ വരെ ഉണ്ടാവുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് മുകളിൽ തന്നെ ഒരു റിസോർട്ട്, ഒരു സ്വകാര്യ റിസോർട്ടാണ് അവിടെ ഉള്ളത്. ഈ ആളുകൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ആ റിസോർട്ടിനെയാണ് ആശ്രയിച്ചത്. പക്ഷേ ആ റിസോർട്ടിൻ്റെ പകുതി അവിടെ പോയിട്ടുണ്ട്, റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട്. ആ റിസോർട്ട് നിന്ന സ്ഥലം, അത്തരത്തിൽ ആ ഒരു സാഹചര്യം നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു പ്രദേശത്ത് ആ ഒരു റിസോർട്ട് എങ്ങനെയാണ് അനുവദിച്ചത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം മലയുടെ മുകളിലാണ്, അത്രയും മുകളിലാണ്, സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, നമുക്കറിയാൻ കഴിഞ്ഞത് കേന്ദ്രം നേരത്തെ തന്നെ ഇതിനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാലാവസ്ഥാപരമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിസ്ഥിതി മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, അനധികൃത കയ്യേറ്റം, അതുപോലെ കുടിയേറ്റം, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. മാത്രമല്ല, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ഇവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുന്നു. അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, പരമാവധി അവർക്ക് പണം കിട്ടുന്നത്, പിന്നെ അത് പണം സമാഹരിക്കാൻ സാധിക്കുന്നത് ഇത്തരം മാഫിയകളിൽ നിന്നാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ എന്ത് ആവശ്യപ്പെടുന്നുവോ, എന്തിനു വേണ്ടിയാണോ ശാഠ്യം പിടിക്കുന്നത്, അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം പറയാൻ. ക്വാറികളുടെ പ്രവർത്തനമൊക്കെ ഒരിടയ്ക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പിന്നെയും ഈ ക്വാറി പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ നൽകി എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. അത്തരത്തിൽ വിവിധ സാഹചര്യങ്ങളിലാണ് വയനാട് അടക്കം പോകുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ പുത്തുമല ദുരന്തം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് പുത്തുമല ദുരന്തം. അതിന് മുമ്പ് തന്നെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇങ്ങനെ ഒരു ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾക്കുള്ളിൽ അപ്പോൾ തന്നെ ഇത് സംഭവിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വാക്കുകൾ സമീപ ഭാവിയിൽ തന്നെ സംഭവിക്കുന്ന ഗാഡ്ഗിൽ പറഞ്ഞത് അത് സംഭവിച്ചിരിക്കുന്നു.